ഡിയർ ഫ്രണ്ട്സ്, ഞാനൊരു കാര്യം പറയാനോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് ശരിക്കും നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. എല്ലാ മനുഷ്യരും ആരെ വേണമെങ്കിൽ എടുത്തു നോക്കാം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തു നോക്കാം. നമ്മൾ പഠിച്ച് വലിയ ആളാകാൻ നോക്കുന്നു. കുഞ്ഞിലെ തൊട്ടുള്ള നമ്മുടെ പരിപാടിയാണ്. ഇന്ന ആളെക്കാട്ടിലും കൂടുതൽ മാർക്ക് മേടിക്കാൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന ആളെക്കാട്ടിലും കൂടുതൽ നല്ലതായിട്ട് പഠിക്കാൻ നോക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വലുതാകാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മളൊരു കല്യാണം കഴിക്കുന്നു. ഈ കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ അവൻ കെട്ടിയ പെണ്ണിനെക്കാട്ടിലും സുന്ദരിയായിട്ട് പെണ്ണായിരിക്കണം, അല്ലെങ്കിൽ അവൻ മേടിച്ച പൈസനെക്കാട്ടിലും കൂടുതൽ പൈസ മേടിക്കണം, അല്ലെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ ചിന്തിക്കുന്ന അവൾ കെട്ടിയ ചെറുക്കനെക്കാട്ടിലും കൂടുതൽ കാശുള്ള ചെറുക്കനായിരിക്കണം, വിദ്യാഭ്യാസം കൂടുതലുള്ള ചെറുക്കനായിരിക്കണം, ഇങ്ങനെ വലിയ വീടുള്ള ചെറുക്കനായിരിക്കണം. ഇങ്ങനെയൊക്കെയാണ് പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കല്യാണം നടക്കുന്നതോ ഭയങ്കര വലിയ ഹാളിൽ വലിയ കാറ്, സ്വർണ്ണങ്ങൾ, ഇഷ്ടം പോലെ ആഭരണങ്ങൾ, നല്ല അടിപൊളിയായിട്ടുള്ള വസ്ത്രങ്ങൾ, ഇങ്ങനെ ഒരുപാട് ചിലവാക്കിയാണ് ഈ കല്യാണം നടത്തുന്നത്. അതെന്തിനാ? മറ്റുള്ളവരെ കാണിക്കാൻ. ഞാൻ കാശുള്ളവനാണ്, അല്ലെങ്കിൽ എൻ്റെ കാശുണ്ട്, ഇത് മറ്റുള്ളവനെ കാണിക്കാം. ഈ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും, ആ കല്യാണത്തിന് ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയല്ല, മറ്റുള്ളവരെ കാണിക്കണം. എല്ലാ കാര്യങ്ങളും. ഫുഡ് തന്നെയാണെങ്കിൽ പല വെറൈറ്റി ഫുഡ്, ഇതെല്ലാം കഴിച്ചിട്ട് അവൻ്റെ കല്യാണത്തിൻ്റെ ഭക്ഷണം അടിപൊളിയായിരുന്നു, ഇങ്ങനെ പറയാൻ വേണ്ടി. അല്ലാതെ നമ്മുടെ ഒരു സ്വന്തം സന്തോഷത്തിന് വേണ്ടിയല്ല അതൊന്നും ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ് അടുത്ത കടമ്പ എന്താ? ഒരു വണ്ടി മേടിക്കുക. അവൻ്റെ വണ്ടിയേക്കാട്ടിലും അടിപൊളി വണ്ടിയായിരിക്കണം, അല്ലെ അയലോക്കക്കാരൻ്റെ വണ്ടിയേക്കാളും അടിപൊളി വണ്ടിയായിരിക്കണം. ഇങ്ങനെ ഓർത്തിട്ടാണ് നമ്മൾ വണ്ടി മേടിക്കുന്നത്. അല്ലാതെ നമുക്ക് ഓടിക്കാൻ സുഖമുള്ളൊരു വണ്ടിയല്ല നമ്മൾ മേടിക്കുന്നത്. നമുക്കിഷ്ടമുള്ള വണ്ടിയല്ല നമ്മൾ മേടിക്കുന്നത്. നമ്മൾ മേടിക്കുന്നത് മറ്റുള്ളവൻ്റെ കണ്ണിൽ നമ്മൾ വലിയവനായി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി മേടിക്കുന്നത്. അടുത്തത്, നമ്മളൊരു വീട് വയ്ക്കുന്നു. അവൻ്റെ വീടിനെക്കാട്ടിലും അടിപൊളി വീടായിരിക്കണം, അല്ലെങ്കിൽ പോട്ടെ ആ ഏരിയയിലുള്ള ആ പള്ളിയിൽ കൂടുന്ന ആൾക്കാർ എല്ലാവരെക്കാട്ടിലും അടിപൊളി വീടായിരിക്കണം എൻ്റെ. ഇതാണ് എൻ്റെ ചിന്ത. എന്നിട്ട് ആ വീട് പണിത് കഴിഞ്ഞിട്ട് ഒരു കൂദാശയും കൊണ്ട് നടത്തും. ആ കൂദാശയിൽ എല്ലാവരും വന്ന് വീട് കണ്ടു കഴിയുമ്പം നമുക്കൊരു സന്തോഷം. എന്താ കാര്യം? അവനെക്കാട്ടിലൊക്കെ വലിയ വീടാണ് ഞാൻ വെച്ചത്, താമസിക്കാൻ എനിക്കൊരു മുറി മതി. എൻ്റെ സന്തോഷത്തിനല്ല ഞാനത് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ജീവിതവും, ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓരോ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നതൊക്കെ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് ഇടുക. എന്തിനാ? ഞാൻ ഇന്ന ഫുഡാണ് കഴിക്കണത്, ഇന്ന ഹോട്ടലിൽ പോയാൽ ഞാൻ കഴിക്കണത്. എവിടെ പോയാലും ടൂറിന് പോയാൽ അപ്പം തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇട്ട് കഴിയുമ്പോഴാണ് ഒരു സമാധാനം വരുന്നത്. മറ്റുള്ളവർ കണ്ടു ഞാൻ അവിടെ പോയി, ഇവിടെ പോയി, മറ്റേ രാജ്യത്ത് പോയി, ഈ രാജ്യത്ത് പോയി, ഞാൻ കാശുകാരനാണ്, ഫ്ലൈറ്റിൽ കയറുക, പ്ലെയിനിൽ കയറുമ്പോൾ കാശുള്ളവനായിരുന്നു പണ്ടൊക്കെ. ഇപ്പം എല്ലാം റേറ്റൊക്കെ കുറവാണ്, എന്നാലും കാശുള്ളവനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഫോട്ടോ എടുത്തിടുക. അവിടെ പോയി, ഇവിടെ പോയി, ആ റെസ്റ്റോറൻറ്റിൽ താമസിച്ചു, ഈ റിസോർട്ടിൽ താമസിച്ചു. ഇതെല്ലാം ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മുടെ സന്തോഷത്തിനല്ല. ആം ഐ റൈറ്റ്? നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് മറ്റുള്ളവൻ്റെ സന്തോഷത്തിന് വേണ്ടി. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുക. ചെയ്യുന്നതെല്ലാം മറ്റുള്ളവൻ്റെ കണ്ണിൽ ഞാൻ വലിയവനാണെന്ന് കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കുക. അറ്റ്ലീസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു 50% എങ്കിലും നമ്മൾക്ക് വേണ്ടി ചെയ്യുക.
ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ചിന്തിക്കുക, അത് എനിക്ക് വേണ്ടിയാണോ, എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണോ? ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ലീവ് ഫോർ യുവർ സെൽഫ്. അൾട്ടിമേറ്റായിട്ട് നമ്മൾ അനുഭവിച്ച സന്തോഷങ്ങൾ മാത്രമേ നമുക്ക് സന്തോഷങ്ങളായിട്ടുണ്ടാവുള്ളൂ. ലീവ് ഫോർ യുവർ സെൽഫ്.